ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മോൻ വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഒരു കല്യാണത്തിന് പോയതൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നത്. അപ്പോൾ തലേന്ന് വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി മോനെ വിളിക്കാനായിട്ട് പോയി. ഇപ്പം വിളിച്ചുകൊണ്ട് വന്നപ്പം സന്ധ്യയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ ഇതേ പിറ്റേന്ന് രാവിലെ ഞാനും ഉമ്മയും കുറച്ച് സൊറയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകുന്നത് കൊണ്ട് തന്നെ രാവിലെ ഞങ്ങളെല്ലാവരും പഴങ്കഞ്ഞി കുടിക്കാമെന്ന് കരുതി. അപ്പോൾ നല്ല പഴങ്കഞ്ഞിയും തൈരും തലേന്നത്തെ മീൻകറിയും വെളുത്തുള്ളി അച്ചാറും എല്ലാം കൂടിയിട്ട് കഴിച്ചു എല്ലാവരും. അത് കഴിഞ്ഞിട്ട് ദേ മോക്ക് ഉമ്മ വാരി കൊടുക്കുകയാണ്. ഉമ്മ കഴിക്കുന്ന കണ്ടിട്ട് ദൂരെ നിന്ന് ഓടി വന്നതാണ് ആള് ഫുഡ് കഴിക്കാനൊക്കെ നല്ല പാടാണ് മോക്ക്. പക്ഷേ ഇതുപോലെ ആരെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടി വന്ന് വായ തുറന്നു കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് കഴിച്ചോളും. അപ്പോൾ ഇതേ എല്ലാവരും റെഡിയായി ഒരുങ്ങി കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരെയാണ് കല്യാണം. കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതേ ഹാളിലെത്തിയിട്ടുണ്ട്. കല്യാണവും കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പെണ്ണും ചെറുക്കനൊക്കെ ഒരുങ്ങിയത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വൈകിയാണ് ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു കല്യാണം കൂടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ബന്ധുക്കളെയൊക്കെ കാണുക, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളെ കാണാൻ പറ്റും. നമുക്കങ്ങനെ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പണ്ടത്തെ പോലെ ആൾക്കാരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ ഒന്നും ആർക്കും സമയമില്ല. ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴായിരിക്കും നമ്മളെല്ലാവരെയും കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരവസരം കിട്ടുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കല്യാണവും കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് നടന്നു. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു, മാഷാ അല്ലാഹ്. അത് കഴിഞ്ഞ് ഒരുപാട് ഇരട്ടിയാണ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പം മോനെയും കൂട്ടി ഞങ്ങൾ അന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. കാരണം പിറ്റേന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ മോനുള്ളത് കൊണ്ട് തന്നെയും ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു റൈസായിരുന്നു. അപ്പോൾ നമ്മുടെ ബിരിയാണി അരി ഇല്ലേ, അതിൻ്റെ അകത്ത് അത് വേവിച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ സോയാ ചങ്ക്സും പിന്നെ ഉരുളൻകിഴങ്ങും ഒക്കെ ഫ്രൈ ചെയ്തിട്ട് മുട്ടയൊക്കെ ചേർത്ത് നന്നായിട്ട് ചിക്കി നെയ്യൊക്കെ ചേർത്ത് എടുത്തിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു രണ്ടു ആൾക്കും ലഞ്ച് ബോക്സിൽ നിറച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് മോനും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം ഉച്ചക്കലത്തെ ജോലി അങ്ങ് തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇന്നലെ വന്നപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൊഴിയാളക്കുട്ടിയാണ്. കൊഴിയാളക്കുട്ടിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ തോരൻ ഉണ്ടായിരുന്നു. നമ്മുടെ മുട്ടക്കോസ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ പൊരിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. മോന് മീൻ പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് മീൻ പൊരിക്കാൻ വെച്ചു. പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ആക്രാന്തത്തിൻ്റെ ഇടയ്ക്ക് പുളിശ്ശേരി ഈ കോലമായിട്ടുണ്ട്. പിന്നെ രാത്രിയിൽ പിന്നെ പൂരി ആയിരുന്നു. മോന് ഭയങ്കര ഇഷ്ടമാണ് പൂരി. അപ്പം അവിടുത്തെ ഫുഡിൽ പൂരി ഇല്ലയെന്ന് പറഞ്ഞതുകൊണ്ട് അവിടുത്തെ മെനുവിൽ പൂരിയില്ല. അപ്പോൾ പൂരി ഉണ്ടാക്കി. പിന്നെ പിറ്റേന്ന് മോൻ പോകുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അത് ഭയങ്കര വിഷമമായിരുന്നു. ഈ പ്രാവശ്യം മോൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. 2 ദിവസമല്ലേ നിന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.